നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ധാരാളം കാട്ടുമൃഗങ്ങൾ, വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് മനുഷ്യർ മരിക്കുകയും അതിൻ്റെ ദുരന്തം വളരെ വ്യാപകമായി മലയോര പ്രദേശങ്ങളിൽ അനുഭവിക്കുന്നുമുണ്ട്. ഇതിനിടയിൽ കടലിൽ നിന്നുള്ള ജന്തുക്കൾ പലതും കരയിലേക്ക് കയറുന്നു എന്ന് പറയുന്ന ചില വാർത്തകളും പലയിടങ്ങളിലും കണ്ടിരുന്നു. സത്യത്തിൽ ഈ മനുഷ്യനെ കൈകാര്യം ചെയ്യാൻ നമ്മൾ വിചാരിക്കുന്ന പോലെ ആറ്റം ബോംബും അണുബോംബും ഒന്നും വേണ്ട. കാട്ടിക്കിടക്കുന്ന മൃഗത്തോട് നാട്ടിലേക്ക് ഇറങ്ങാനും കടലിൽ കിടക്കുന്ന ജീവികളോട് കരയിലേക്ക് കയറാനും പറഞ്ഞാൽ മാത്രം മതി. ആര് പറയുമെന്ന് ചോദിച്ചാൽ അവിടെ കിടത്തിയേക്കുന്ന ഉടയതമ്പുരാൻ പറഞ്ഞാൽ മതി. അല്ലാതെ ആരിഫ് ഹുസൈനും രവിചന്ദ്രനും ഒന്നും പറയുന്നത് കേട്ടല്ലല്ലോ കടലും ഈ പറയുന്ന വനവും അതിലെ മൃഗങ്ങളും അതിൻ്റെ ഭക്ഷണവും അതിൻ്റെ ഏർപ്പാടുമൊക്കെ. ഏതായാലും അങ്ങനെ നിൽക്കുന്ന വേളയിൽ ഇപ്പോൾ വ്യാപകമായി ക്ഷേത്രങ്ങളിലും മറ്റും ഉത്സവങ്ങൾക്ക് കൊണ്ടുവരുന്ന ആന ഇടയുക, അതുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ നമ്മുടെ ജനം ടി വിയിലെ സീനിയർ ജേർണലിസ്റ്റ്, ഇതിൻ്റെ എന്തോ ചുമതലയുള്ള ആളാണെന്ന് എനിക്കറിയില്ല, അനിൽ നമ്പ്യാർ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് പലരും എനിക്ക് അയച്ചു തന്നു. പതിവിന് വിപരീതമായി എല്ലാ ക്ഷേത്രങ്ങളിലും ആന ഇടയുകയാണല്ലോ, ഇത് ഗൗരവമായി പരിശോധിക്കപ്പെടേണ്ടതല്ലേ? ശ്രീവല്ലഭ ക്ഷേത്രത്തിലും ഉത്സവത്തിനിടയിൽ ആന ഇടഞ്ഞു. അതാണ് അദ്ദേഹത്തിൻ്റെ സംശയം. സാക്ഷാൽ അനിൽ നമ്പ്യാർ സാർ ഇത് ചോദിക്കുമ്പോൾ അതിനകത്തൊരു ചെറിയ ജിഹാദ് മണക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആനകളെ ഇത്തരത്തിലേക്ക് മാറ്റപ്പെടുന്നതിൻ്റെ സാഹചര്യം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ജിഹാദ് ഇതിനകത്തുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചർച്ചയ്ക്കുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. ആന പൊതുവിൽ ഈ പറയുന്ന ശ്രീവല്ലഭൻ, ശശാങ്കൻ, ശംഭു എന്നൊക്കെ പറയുന്ന പേരുകളിലാണ് ആനകളെ സാധാരണ അറിയപ്പെടുന്നത്. ഞങ്ങളുടെ ഇപ്പുറത്ത് ഈ പന്മന അമ്പലത്തിൽ ഈ ആന പിന്നെ എഴുന്നള്ളത്തിന് കൊണ്ടുവരുന്ന ആനയുടെ പേരും ഫ്ലെക്സ് ബോർഡും ഒക്കെ പണ്ട് വെക്കുമ്പോൾ ഞാൻ വായിച്ചിട്ടുള്ളതാണ്. അലിയാരി കുഞ്ഞ്, അന്തർമാൻകുഞ്ഞ്, സുബേർ, മുഹമ്മദ് കുഞ്ഞ് എന്ന് പറയുന്ന ആനയൊന്നും ഞാനിതുവരെ എങ്ങും കേട്ടിട്ടില്ല. ആന പൊതുവേ ആ വിഭാഗത്തിൽ വരുന്ന ആളുകളായിട്ടാണ് പരിഗണിക്കുന്നത്. അങ്ങനെ പരിഗണിക്കാനുള്ള കാരണം ഈ ആനയെ ഞങ്ങളുടെ പള്ളിയുടെ ആളുകൾ ഒറ്റപ്പെട്ട നിലയിലൊക്കെ എടുത്തുകൊണ്ട് വന്ന് വല്ലപ്പോഴും ആ ആനപ്പിണ്ടത്തിൻ്റെ മണവും മൂത്രത്തിൻ്റെ മണവും അതിൻ്റെ ചവിട്ടുമൊക്കെ ആസ്വദിക്കുമെങ്കിലും വ്യാപകമായി ഇത് ഉപയോഗിക്കപ്പെടുന്നത് ക്ഷേത്രങ്ങളിലായതുകൊണ്ടായിരിക്കണം. പിന്നെ പണ്ട് മുതലേ നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ ആനത്താരും അതിനുള്ള സംഗതികളും ഏർപ്പാടുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും ഇസ്ലാം മതത്തിലേക്ക് ആന വന്നാലും വലിയ പ്രശ്നമാണ്. നോമ്പ് വരുമ്പോൾ നോമ്പ് പിടിക്കേണ്ടി വരും, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതിപ്പോൾ മറ്റേടത്താവുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. എന്നാലും ഈ ആനയെ വഴിതെറ്റിക്കുന്നതിന് പിന്നിലുള്ള ചില നിഗൂഢമായ രഹസ്യങ്ങളെക്കുറിച്ചാണ് നമ്പ്യാർ സാറ് ഇവിടെ ഒരു സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നത്. അതിൽ ഞാനതിൻ്റെ സാധ്യതകൾ പറയാം. ഒന്നാമത്തെ കാര്യം, ഈ കാട് തുടങ്ങിയ പ്രദേശങ്ങളിലേക്കൊക്കെ ISIS തീവ്രവാദികളോ അൽഖയ്ദ തീവ്രവാദികളോ കടന്നു വന്ന് ആനകളെ പ്രത്യേകമായി പരിശീലിപ്പിച്ച് ക്ഷേത്രങ്ങൾക്കടുത്തേക്ക് എത്തുമ്പോൾ ഇടയത്തക്ക നിലയിലുള്ള എന്തെങ്കിലും ചില സംഗതികൾ ആനകൾക്ക് ചെയ്തു കൊടുത്തു വിടാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. കാരണം അത്തരം പരിശീലന കേന്ദ്രങ്ങൾ അങ്ങ് കോസ്റ്റാറിക്കയിലും സിൽവാട്രിക്കയിലും സുഡോൾഫിക്കയിലുമൊക്കെ ഈ ISIS നടത്തുന്ന ഇതുപോലത്തെ പരിശീലന കേന്ദ്രങ്ങളിലുണ്ട്. അവിടെ പരിശീലനം കിട്ടിയ ആളുകൾ വന്ന് ആനയെ ഇങ്ങനെ വഴിതിരിച്ചു വിടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ രണ്ടാമത്തെ സാധ്യത കാണുന്നത്, ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രധാന നേതാക്കളെല്ലാം ജയിലിലായതോടുകൂടി അതിൻ്റെ രണ്ടാം നിര നേതാക്കൾ കാടുകളിലേക്ക് ഉൾവലിഞ്ഞതായി ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട്. അവരോടൊപ്പം ജമാഅത്ത് ഇസ്ലാമിക്കാരും മാവോവാദികളും കൂടി ചേർന്ന് ഒരു ത്രിമാന സംഘമുണ്ടാവുകയും ആ സംഘം ഈ ആനയെ മെരിക്കുന്ന വേളയിൽ കുഴിയിലിട്ടാണ് പിടിക്കുന്നതെന്നാണ് നമ്മുടെ ഒരു സുഹൃത്ത് ഓമനക്കുട്ടൻ പിള്ളയണ്ണൻ ഈ ആനയെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ കുഴിയിലിട്ട് കിടത്തുമ്പോൾ അവിടെ വെച്ച് കെലിമാ ചെല്ലിക്കുകയും അതുപോലെ തന്നെ ഖുർആൻ പാരായണം ചെയ്ത് കേൾപ്പിക്കുകയും ഒക്കെ ചെയ്ത് ഒരു തഖ്വ ഉള്ള ആനയാക്കിയാണ് പുറത്തേക്ക് വിടുന്നത്. അങ്ങനെയും ആന ഇടയാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. ഈ രണ്ട് സാധ്യതകളാണ് മുഖ്യമായും ഇക്കാര്യത്തിലുള്ളത്. പിന്നെ ലീഗ് അടക്കമുള്ള നേതാക്കൾ ഇതിൽ എന്തെങ്കിലും പങ്കുവഹിക്കുന്നുണ്ടോ എന്നും ഷാഫി ചാലിയത്തെ പോലെയുള്ള തീവ്രവാദികളും അതുപോലെയുള്ള ആളുകൾ ഇടപെടുന്നുണ്ടോ എന്ന് ദേശീയവാദിയും സാക്ഷാൽ ക്ഷുദ്രജീവിയുമായ നമ്മുടെ കൃഷ്ണരാജ് വക്കീൽ അടക്കമുള്ളവരെ ഇരുത്തി ചോദിക്കുകയോ അല്ലെങ്കിൽ TG മോഹൻദാസിനെ അടക്കമുള്ളവരെ ഇരുത്തി ചർച്ച ചെയ്യുകയോ ചെയ്താൽ ഇതിന് ഒരു ഉത്തരം കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ശരിയായ രൂപം. അതുകൊണ്ട് ഉടൻ തന്നെ ഈ ആന ഇടയൽ ജിഹാദ് സത്യമോ മിഥ്യയോ എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് ഒരു ചർച്ച വെക്കേണ്ടതാണ്.